അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വേദിയിരിക്കുന്ന പണ്ഡിതന്മാരെ, വിശിഷ്ട അതിഥികളെ, പ്രിയപ്പെട്ട സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ പ്രവർത്തകരെ, സഹൃദയരായ നാട്ടുകാരെ, നമുക്കൊന്നിക്കുക, നാടിനെ നിർമ്മിക്കുക എന്ന ശീർഷകത്തിൽ കഴിഞ്ഞ 2 മാസക്കാലമായി കേരളത്തിൽ സൗഹൃദ കാലം ആചരിച്ചു വരികയാണ് SSF. അതിന് പരിസമാപ്തി കുറിക്കുന്ന സമാപന സമ്മേളനമാണ് ഈ വേദിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ ഊഷ്മളമായ സൗഹൃദങ്ങൾ നിലനിന്നിരുന്ന കേരളത്തിൻ്റെ ഗ്രാമപ്രദേശങ്ങളിൽ പല കാരണങ്ങളാൽ ചെറുതും നിസ്സാരവുമായ വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്കിടയിൽ വിഭാഗീയതയുടെ, വെറുപ്പിൻ്റെ ആശയങ്ങൾ പതുക്കെ പതുക്കെ ശക്തിയാർജിച്ചു കൊണ്ടിരിക്കുകയും ഇന്നലകളിൽ നമ്മുടെ ഗ്രാമാന്തരീക്ഷങ്ങളിൽ പോലും നിലനിന്നിരുന്ന സൗഹൃദ അവസരങ്ങൾ അസ്തമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക സന്ദർഭത്തിലാണ് കേരളത്തിലെ ധാർമ്മിക വിദ്യാർത്ഥി സംഘടനയായ SSFന് ഇങ്ങനെ ഒരു സൗഹൃദ കാലം സംഘടിപ്പിക്കേണ്ടി വന്നത്. നേരത്തെ നമുക്ക് ഒന്നിച്ചിരിക്കാനും സൗഹൃദങ്ങൾ പങ്കുവയ്ക്കുവാനും അത് നമ്മുടെ ജീവിതത്തിലൂടെ ഊർജിതപ്പെടുത്തുവാനും നമ്മുടെ രാഷ്ട്രത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി ഒന്നിച്ചു നിൽക്കുവാനുമുള്ള ഒരു മാനസികാവസ്ഥ നമുക്കിടയിലുണ്ടായിരുന്നു. പരിപൂർണമായും അത് അസ്തമിച്ചു എന്നല്ല പറഞ്ഞു വരുന്നത്. ഹിന്ദു മുസ്ലിം ഭായി ഭായി എന്ന ഒരു മുദ്രാവാക്യം കൊണ്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം നമ്മൾ പിടിച്ചു വാങ്ങിയിട്ടുണ്ട്. ഇന്ത്യ ലോകരാഷ്ട്ര ഭൂപടത്തിൽ ഉയർത്തിപ്പിടിച്ച ഒരു ശിരസ്സായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. അങ്ങനെ ഈ ശിരസ് ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടി രാജ്യത്തെ ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും അങ്ങനെ വ്യത്യസ്ത മതജാതി വിഭാഗങ്ങളുടെ ഒട്ടേറെ ശിരസ്സുകൾ നമുക്ക് സ്വാതന്ത്ര്യത്തിൻ്റെ ബലിക്കല്ലിൽ തർപ്പണം നടത്തേണ്ടി വന്നിട്ടുണ്ട്. നമ്മളെപ്പോഴാണ് ഒന്നിച്ചു നിന്നത് അപ്പോഴാണ് നമ്മുടെ രാജ്യത്തിന് പുരോഗതി ഉണ്ടായിട്ടുള്ളത്. നമ്മളെപ്പോഴാണ് പലതായി ചിതറിപ്പോയത് അപ്പോഴാണ് നമ്മുടെ രാജ്യത്തിന് തന്നെയും മുറിവ് പറ്റിയത്. രാജ്യത്തിൻ്റെ വിഭജന ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ എന്തുകൊണ്ട് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മൾ പലതായി ചിതറപ്പെട്ടു എന്നത് തന്നെയായിരുന്നു. യഥാർത്ഥത്തിൽ നമ്മൾ ഒന്നിക്കാനുള്ള അവസരങ്ങൾ ധാരാളം ഉണ്ടായിരിക്കെ നമ്മളെ പലതായി വിഭജിക്കപ്പെടേണ്ടി വരുന്നത് അതിൻ്റെ പിറകിലുള്ള താല്പര്യം അത് മതതാല്പര്യമല്ല, രാജ്യ താല്പര്യമല്ല, ഭരണ അധികാര താല്പര്യങ്ങളാണ് എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. മതത്തിനു വേണ്ടിയല്ല നമുക്കിടയിൽ നമ്മളൊന്നും പരസ്പരം ശത്രുക്കളായി രൂപപ്പെടുത്തപ്പെട്ടത്. ഇതൊരു അടിസ്ഥാനപരമായ തിരിച്ചറിവാണ്. നമ്മൾ ആർക്കു വേണ്ടി ശത്രുക്കളാക്കപ്പെടുന്നു, നമ്മൾ എന്തിനു വേണ്ടി പരസ്പരം ശാസ്ത്രവം പുലർത്തുന്നു എന്നത് വളരെ അടിസ്ഥാനപരമായ ഒരു ചോദ്യമാണ് എന്ന് SSF വിചാരിക്കുന്നു. അവിടെ നിന്നുകൊണ്ടാണ് ഈ മാനവ സംഗമത്തിൻ്റെ പ്രാധാന്യത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. SSF മുന്നോട്ട് വയ്ക്കുന്നത്
നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി, വളർച്ചയ്ക്ക് വേണ്ടി നമുക്കിനിയും ഒരുമിച്ച് നിൽക്കേണ്ടതുണ്ട് എന്ന ആശയം തന്നെയാണ്. ഒരുമിച്ച് നിൽക്കാൻ, ഒന്നിച്ചു നിൽക്കാൻ ഒരുപാട് സാധ്യതകൾ, ഒരുപാട് അവസരങ്ങൾ നമ്മൾ ഇനിയും രൂപപ്പെടുത്തുകയോ അങ്ങനെയുള്ള അവസരങ്ങളെ ഊഷ്മളമാക്കി മാറ്റിയെടുക്കുകയോ ചെയ്യേണ്ടതുണ്ട്. അല്ലാതിരുന്നാൽ നമ്മുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പ് തന്നെയും അസ്തമിക്കപ്പെടും എന്നതാണ് ഗൗരവതരമായ ഒരു വിചാരത്തിന് വിധേയമാക്കേണ്ടത്. എപ്പോഴാണ് ഇന്ത്യ രാജ്യത്ത് കലാപങ്ങളുണ്ടായത്, പ്രശ്നങ്ങളുണ്ടായത്, കുഴപ്പങ്ങളുണ്ടായത് എന്ന ചോദ്യത്തിന് നമുക്ക് കണ്ടെത്താവുന്ന ഉത്തരം എപ്പോഴാണ് അധികാരത്തിന് വേണ്ടി മതങ്ങളെ ഉപയോഗിച്ചത് എന്ന മറ്റൊരു ചോദ്യമാണ്. അങ്ങനെ വരുമ്പോൾ പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ അധിനിവേശം നടത്തുന്നതിൻ്റെയും മുമ്പ് പോർച്ചുഗീസ് ചരിത്രകാരനായ ബർബോറ തന്നെ പറയുന്നത് ഏതാണ്ട് 800 വർഷങ്ങളോളം കേരള തീരത്ത് മുസ്ലിങ്ങൾ സമൃദ്ധമായിരുന്നു എന്നാണ്. മുസ്ലിങ്ങൾ ഏറ്റവും ശക്തമായിരുന്ന ഒരു കാലത്ത് പോലും കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ അന്യമതസ്ഥരോടുള്ള ഒരു വെറുപ്പ് രൂപപ്പെട്ടിരുന്നില്ല എന്നും അങ്ങനെ ഒരു മുസ്ലിം സേന, മുസ്ലിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു മാപ്പിളമാർക്ക് വേണ്ടി പ്രത്യേകം രൂപപ്പെടുത്തപ്പെട്ടിരുന്ന ഒരു സേന ഉണ്ടായിരുന്നില്ല എന്നും അതിനു മുമ്പ് ലോകത്ത്, ഇന്ത്യ രാജ്യത്ത് കലാപങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നും നമ്മൾ ചരിത്രത്തിൽ നിന്ന് വായിക്കുന്നു. ബ്രിട്ടീഷ് അധിനിവേശത്തിന് ശേഷമാണ് നമുക്കിടയിൽ കലാപങ്ങൾ ഉണ്ടായത്. അതിനു മുമ്പ് ഇന്ത്യയിൽ ഹിന്ദുക്കളുണ്ട്, മുസ്ലിങ്ങളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്. പക്ഷെ നമ്മൾ ഒരേപോലെ, നമ്മൾ ഒരുമിച്ച് ഈ പൊതുസ്ഥലികൾ ഉപയോഗിച്ച് ഈ രാജ്യത്തിൻ്റെ വിശേഷങ്ങളെല്ലാം പങ്കിട്ടെടുക്കാനുള്ള ഒരു സന്മനസ്, ഒരു സൗഹൃദാന്തരീക്ഷം നിലനിന്നിരുന്നു. സൗഹൃദം എന്ന വാക്കിൽ പോലും അതിലൊരു വ്യത്യസ്തതകൾ നിലനിൽക്കുമ്പോഴാണ് സൗഹൃദത്തിന് പ്രസക്തിയുള്ളത്. വീണ്ടും നമ്മൾ ഈ സൗഹൃദം എന്നതിനെ ഉയർത്തിപ്പിടിക്കുമ്പോൾ ഈ വ്യത്യസ്തതകളെ നിലനിർത്തിക്കൊണ്ടുള്ള, അതിനെ പരമാവധി ഊഷ്മളമാക്കിക്കൊണ്ടുള്ള ഒരു സൗഹൃദത്തെക്കുറിച്ച് തന്നെയാണ് നമ്മൾ ആലോചിക്കുന്നത്. എല്ലാം മാറ്റിയെടുത്ത് ഒരു ഏക സ്വഭാവത്തിലേക്ക് മാറ്റിയെടുക്കുന്ന ഒരു രീതി, അതൊരിക്കലും സൗഹൃദാന്തരീക്ഷത്തിൽ സൗഹൃദപരമായ ഒരു സംവിധാനത്തെ നിലനിർത്താൻ പോകുന്നതല്ല. തീർത്തും വ്യത്യസ്തമായ ആശയങ്ങളുള്ളവർ ഈ വേദിയിൽ തന്നെ ഇരിക്കുന്നു, വ്യത്യസ്തമായ മതചിന്തകൾ ഉള്ളവർ ഈ വേദിയിൽ തന്നെ ഇരിക്കുന്നു. എങ്കിലും നമുക്ക് ഒരുമിച്ചിരിക്കാനും, ഒരുമിച്ച് കൈകൊടുക്കാനും, ഒരുമിച്ച് സംസാരിക്കാനും, ഒരുമിച്ച് ആഘോഷിക്കാനും കഴിയുന്ന ഒരു സാഹചര്യം ഈ വേദി എന്ന പോലെ നമ്മുടെ രാജ്യത്തിൻ്റെ ഗ്രാമാന്തരീക്ഷങ്ങളിൽ ഇന്നലെ നിലനിന്നിരുന്നു. അതിന് ഭംഗം വന്നുകൊണ്ടിരിക്കുന്നു. അതിന് പതുക്കെ അതിന് മേൽ ചില അതിക്രമങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അത് വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ തീർച്ചയായും നമുക്ക് കഴിയേണ്ടതുണ്ട്. അതിൻ്റെ കാരണങ്ങൾ വളരെ നിസ്സാരങ്ങളായിരിക്കാം, ചിലപ്പോൾ അത് നുണപ്രചാരണങ്ങളായിരിക്കാം. ഉദാഹരണങ്ങൾ ഒരുപാട് പറയാനുണ്ട്. ലവ് ജിഹാദ് എന്ന പേരിൽ ഒരു പ്രചാരണം ഉണ്ടാകുന്നു. നമ്മൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ ലവ് ജിഹാദിൻ്റെ അകത്ത് പരസ്പരം നമുക്കിടയിൽ, മതങ്ങൾക്കിടയിൽ, മതവിഭാഗങ്ങൾക്കിടയിൽ, മതവിശ്വാസികൾക്കിടയിൽ തീർത്തും ചോര പൊടിയുന്ന മുറിവുകൾ സൃഷ്ടിക്കാനുള്ള അതിസൂക്ഷ്മമായ ഒരു ആക്രമണത്തിൻ്റെ കൂർത്ത മുനകളെ നമുക്ക് കണ്ടെത്താൻ കഴിയും. ഇനിമേലിൽ കേരളത്തിലെ ഒരു മുസ്ലിം യുവാവിൻ്റെ കയ്യിലും ആയുധങ്ങളില്ലെങ്കിലും അവൻ്റെ കയ്യിൽ അതിനേക്കാൾ മൂർച്ചയുള്ള ഒരു ആയുധമുണ്ട്. ആ ആയുധം പ്രണയമാണ്, വിശാലമായ ഒരു മനസ്സാണ്. പ്രണയം എന്ന് പറഞ്ഞാൽ ഏറ്റവും മനോഹരമായ ഒരു വികാരമാണ്. ആ മനോഹരമായ വികാരത്തെ ഏറ്റവും ക്രൂരമായ ഒരു ആയുധമാക്കി രൂപപ്പെടുത്തി കേരളത്തിലെ മുഴുവൻ മുസ്ലിമീങ്ങളെയും, മുസ്ലിം യുവാക്കളെയും സംശയിപ്പിക്കപ്പെടുന്ന തരത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നു എന്നതാണ് ലവ് ജിഹാദിനകത്തുള്ള ഏറ്റവും ക്രൂരമായ ഒരാക്രമണം. അതുകൊണ്ട് ഇനിമേൽ മുസ്ലിം യുവാക്കളെ കാണുമ്പോൾ ഇവിടുത്തെ മുസ്ലിമേതര വിശ്വാസികളുടെ രക്ഷിതാക്കൾക്ക്, മാതാപിതാക്കൾക്ക് അവരുടെ മകളെ ഓർത്തുള്ള അസ്വസ്ഥത ഉണ്ടാകുന്നു. ആ അസ്വസ്ഥത ഒരു അപരനെ ഇവിടെ നിർമ്മിച്ചു നൽകുന്നു. ആ അപരത്വത്തിൽ നിന്ന് ശക്തിയാർജിക്കാൻ കഴിയുമെന്ന ഒരു വർഗീയ രാഷ്ട്രീയമാണ് ഇതിൻ്റെ അകത്ത് പ്രവർത്തിക്കുന്നത് എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അത് ലവ് ജിഹാദിൽ അവസാനിക്കുന്നില്ല. അത് പശുവിലൂടെ, ഇനി പന്നിയിലൂടെ, ഒരു മതവിശ്വാസിയുടെ, ഇസ്ലാം മതവിശ്വാസിയുടെ പള്ളിമുറ്റത്തേക്ക് ഒരു പന്നിയെ കൊന്ന് വലിച്ചെറിഞ്ഞാൽ
കലാപമുണ്ടാക്കാൻ മാത്രം കാരണമാകുന്നു ആ സാധുജീവി. ക്ഷേത്രമുറ്റത്തേക്ക് വലിച്ചെറിയുന്ന ഒരു പശു ഇറച്ചി മാത്രം മതി, പശു ഇറച്ചിയുടെ ഒരു തുണ്ട് മാത്രം മതി നമുക്കിടയിൽ കലാപങ്ങൾ ഉണ്ടാവാൻ എന്ന് വരുമ്പോൾ എന്തുമാത്രം ഹീനമായ ഒരു ശ്രമമാണ് അതിനകത്തുള്ളത്. അതിനെ തിരിച്ചറിയാൻ കേരളത്തിലെ വിശ്വാസി സമൂഹത്തിന് കഴിയേണ്ടതുണ്ട്. തീർച്ചയായും ഇസ്ലാമിനെതിരെയുള്ള, മുസ്ലിങ്ങൾക്കെതിരെയുള്ള ഒരു വൈകാരികമായ സ്ഫോടനാന്തരീക്ഷം സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള കരുതിക്കൂട്ടിയുള്ള ശ്രമങ്ങളാണ് ഇതിന്റെ പിറകിലെന്ന് തിരിച്ചറിയാൻ എന്താണ് മുസ്ലിങ്ങൾക്ക് കഴിയാതെ പോകുന്നത്? നബിനിന്ദ നടക്കുന്നത് ഇവിടെ കേരളത്തിൽ മാത്രമല്ല, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചിരുന്ന കാലത്ത് ആ സമൂഹത്തിൽ തന്നെയും നബിനിന്ദ ഉണ്ടായിരുന്നു. ഏറ്റവും തീക്ഷ്ണമായ നബിനിന്ദകൾ ഉണ്ടായിരുന്നു. ആ നബിനിന്ദങ്ങളോട് കൈവെട്ടിയോ തലവെട്ടിയോ അല്ല ഇസ്ലാമിക സമൂഹം പ്രതികരിച്ചത് എന്നത് ചരിത്രത്തിൽ നിന്ന് നമ്മൾ വായിക്കേണ്ടതാണ്, പഠിക്കേണ്ടതാണ്. പള്ളി മലിനമാക്കപ്പെടുക എന്നതും അങ്ങനെ തന്നെയാണ്. പള്ളി മലിനമാക്കപ്പെട്ട ഒരു സന്ദർഭത്തിൽ പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അനുചരന്മാരും ഒന്നിച്ചിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ പള്ളിയിൽ മൂത്രമൊഴിച്ച് പള്ളി മലിനമാക്കപ്പെടുന്ന ഒരു ഘട്ടത്തിൽ രോഷാകുലരായി മാറിയ പ്രവാചകാനുയായികളെ തടുത്തു നിർത്തിയിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പള്ളി ശുചിയാക്കിയിട്ടുണ്ട്, വൃത്തിയാക്കിയിട്ടുണ്ട്. വരാനിരിക്കുന്ന മുഴുവൻ ഈ സൂത്ര കുബുദ്ധികൾക്കും മറുപടി എന്ന വണ്ണം, നമുക്ക് മുഴുവനും പാഠമെന്ന വണ്ണം നമ്മുടെ പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് ഒരു പന്നിയിറച്ചി വലിച്ചെറിഞ്ഞതിന്റെ പേരിൽ ആരുടെ താല്പര്യമാണ് അവിടെ സംരക്ഷിക്കപ്പെടുന്നത്? ഈ പന്നിയിറച്ചിയുടെ പേരിൽ രണ്ട് മതങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങൾ രൂപപ്പെട്ടു വരണം എന്ന് വിചാരിക്കുന്നവരുടെ താല്പര്യങ്ങൾ കരുനിൽക്കുന്ന വണ്ണം പ്രവർത്തിക്കുന്ന ഒരു മാനസികാവസ്ഥ മുസ്ലിം സമൂഹത്തിന്റെ ഉള്ളിൽ ഉണ്ടാവുന്നുവെങ്കിൽ, സമാനമായ രീതിയിൽ മറ്റു മതസ്ഥരുടെ അവരുടെ മനസ്സുകളിൽ അങ്ങനെ രൂപപ്പെട്ടു വരുന്നുണ്ടെങ്കിൽ അതിനെയാണ് തീർച്ചയായും നമ്മൾ മാറ്റിയെഴുതേണ്ടത്. അതിനെയാണ് നമ്മൾ തീർച്ചയായും ഉപേക്ഷിക്കേണ്ടത്. യഥാർത്ഥ മതവിശ്വാസികൾക്ക് ഒരിക്കലും ആക്രമണം പ്രവർത്തിക്കാൻ കഴിയില്ല. ഇസ്ലാം മതവിശ്വാസിയെ സംബന്ധിച്ച് എങ്ങനെയാണ് മറ്റു മതസ്ഥരോട് ഒരു ആക്രമണ സ്വഭാവത്തോടു കൂടി പെരുമാറുക? ഇസ്ലാമിന്റെ ചരിത്രം പരിശോധിക്കാം. നമുക്ക് ഇസ്ലാമിന്റെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ ഇസ്ലാം എങ്ങനെയാണ് ശത്രുക്കളോട് പോലും, ശാസ്ത്രവും രാഷ്ട്രീയമായ കാര്യങ്ങളാൽ ഒരു രാജ്യം ഭരിക്കുന്ന സന്ദർഭത്തിൽ ആ രാജ്യത്തിന് നേതൃത്വം നൽകുന്ന സമൂഹത്തിനെതിരെ രൂപപ്പെട്ടു വരുന്ന ആഭ്യന്തര സംഘർഷങ്ങൾ അടക്കം അങ്ങനെ ഉണ്ടാവുന്ന സന്ദർഭത്തിൽ എങ്ങനെയാണ് ശത്രുക്കളോട് പോലും ഇസ്ലാം ഇടപെട്ടത് എന്നത് നമ്മൾ തീർച്ചയായും പഠിക്കേണ്ടതാണ്. പിന്നെ എപ്പോഴാണ് ഇസ്ലാമിനൊരു ഒരു ഭീകരതയുടെ, ഒരു ആക്രമണത്തിന്റെ, ഒരു ഹിംസാത്മകതയുടെ, ഒരു 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 ക്രൂരതയുടെ മുഖം വന്നത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഇങ്ങനെയാണ്: എപ്പോഴാണ് ഇസ്ലാമിനെ അധികാരത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയത് എന്നിടത്താണ്. ഇസ്ലാം ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമാണ് എന്ന് ഇന്ത്യയിൽ പോലും പറഞ്ഞ ചില വിഭാഗം, ചില രാഷ്ട്രീയ അധികാര താല്പര്യങ്ങളുള്ളവർ, അവരാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ ഇങ്ങനെ ഒരു അപകടകരമായ രീതിയിലേക്ക് കൊണ്ടുവന്നത്. അതിൽ നമുക്ക് മൗദൂദിസത്തെ കാണാൻ കഴിയും. അതിൽ ഇന്ന് ലോകം മുഴുവനും തിരിച്ചറിയുന്ന സലഫിസത്തെയും കാണാൻ കഴിയും. മൗദൂദിസവും സലഫിസവും പോലുള്ള നവീന ഇസ്ലാമിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന നവീന ചിന്താഗതികളൊക്കെയും അതിന്റെ മൂലസ്രോതസ് അത് ഈ സലഫിസമാണ് എന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്വഭാവം ഏറ്റവും ഒടുവിലെങ്കിലും നമ്മൾ അത് തിരിച്ചറിഞ്ഞത്. സലഫിസമാണ് ലോകത്തെ മുഴുവനും പ്രശ്നങ്ങളുടെയും, ഇസ്ലാമിന്റെ പേരിലുള്ള പ്രശ്നങ്ങളുടെയും മർമ്മം, പ്രധാനമായ കാരണം എന്ന് തിരിച്ചറിഞ്ഞത്. നേരത്തെ ഈ സലഫി പ്രസ്ഥാനങ്ങളെ മതപരിഷ്കരണ പ്രസ്ഥാനങ്ങളെന്ന് വായിച്ച് അതിനെ പ്രോത്സാഹിപ്പിച്ചിരുന്ന, അതിനെ പൊക്കിപ്പിടിച്ചുകൊണ്ട് നടന്നിരുന്ന കേരളത്തിലെ സാംസ്കാരിക ബുദ്ധിജീവികൾ ഒന്നടങ്കം ഇന്ന് അവർ തിരിച്ചറിയുന്നു. നേരത്തെ ഇവിടെ സാംസ്കാരിക സമ്മേളനത്തിൽ ഫക്രുദ്ദീൻ അലി സൂചിപ്പിച്ചതുപോലെ ഞാനൊക്കെയും പണ്ട് വിചാരിച്ചിരുന്നു, എന്തിനാണ് ഈ ഗ്രാമങ്ങളിൽ പോലും കാന്തപുരം ഉസ്താദിനെ പോലുള്ളവർ ഈ സലഫി ധാരയെ അതിനിശ്ചിതമായി വിമർശിക്കുന്നത്? അവരും ഇവിടെ ചില പരിഷ്കരണങ്ങളല്ലേ വരുത്തുന്നത് എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. ഇപ്പോൾ ഞാൻ തിരിച്ചറിയുന്നു, അത്രയും പ്രതിലോമപരമായ ആശയങ്ങൾ നിറച്ചു വെച്ചുകൊണ്ടാണ് ഈ സലഫിസം പരിഷ്കരണത്തിന്റെ പുതുകുപ്പായമണിഞ്ഞ് ആ ആശയം പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചത്. അതുകൊണ്ട് തന്നെയും അതിനെ വിമർശിക്കേണ്ടത് അതിന്റെ സലഫിസത്തെ അല്ലെങ്കിൽ അതിന്റെ ഭീകരതയെ, അതിന്റെ കൊമ്പിനെ മാത്രമല്ല വിമർശിക്കേണ്ടത്, ആ കൊമ്പ് രൂപപ്പെട്ടു വരുന്ന ഐഡിയോളജിയെയാണ് വിമർശിക്കേണ്ടത് എന്ന് ഇന്ന് കേരളത്തിലെ മുഴുവൻ സാംസ്കാരിക ബുദ്ധിജീവികളും തിരിച്ചറിയുകയും ഉണരുകയും സലഫിസത്തിന് നേരെ വിരൽ ചൂണ്ടാൻ തുടങ്ങുകയും ചെയ്ത സന്ദർഭത്തിലാണ് ഞങ്ങളല്ല, അത് അവരാണ്,
ഈ സലഫിസമല്ല ആ സലഫിസമാണ് എന്ന് പറയേണ്ടി വരുന്നത്. ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, ഇങ്ങനെ മതത്തിന്റെ ഉള്ളിൽ നിന്ന് ഭീകരമായ ആശയങ്ങൾ രൂപപ്പെടുത്തി അതിലൂടെ ഒരു വിഭാഗത്തിൽ വൈകാരികമായ ആവേശം ജനിപ്പിച്ചുകൊണ്ട് അധികാരപ്രവേശം സാധ്യമാക്കാം എന്ന് വിചാരിക്കുന്ന സ്വപ്നങ്ങളെ പിഴുതെറിയാൻ കേരളത്തിലെ ഏതു കാലത്തെയും പാരമ്പര്യ സുന്നി വിശ്വാസികൾക്ക് നേതൃത്വം നൽകുന്നവർ ശ്രമിച്ചിട്ടുണ്ട്. അതിന്റെ ഉദാഹരണങ്ങളാണ് ഇന്നും കേരളത്തിൽ നിലനിൽക്കുന്ന ഈ സൗഹൃദ അന്തരീക്ഷത്തിന്റെ പിറകിലുള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയുക. ഇസ്ലാമിനെ ഏറ്റവും വികലമായി ചിത്രീകരിക്കാൻ വേണ്ടി നടക്കുന്ന ശ്രമങ്ങൾ ഉണ്ടാകുന്നത് തീർച്ചയായും ഇസ്ലാമിന്റെ പേരിൽ പ്രവർത്തിക്കുന്നവരിൽ നിന്ന് തന്നെയാണ്. അതുകൊണ്ട് ഇസ്ലാമിന്റെ ഉള്ളിൽ നിന്നുണ്ടാകുന്ന ഈ വികലമായ ചിന്തകളെ, ഈ വിഭാഗീയമായ ചിന്തകളെ, ഈ ആക്രമണത്തിന് പ്രോത്സാഹനം നൽകുന്ന IS പോലെയുള്ള ആശയങ്ങളുടെ അതിന്റെ സ്രോതസ്സുകളെ അതിനെ അതിനിശ്ചിതമായി വിമർശിക്കുക എന്നത് ഒരു വിശ്വാസി സമൂഹത്തിന്റെ തന്നെ ബാധ്യതയാണ് എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഒന്നാമതായി ഞങ്ങളുടെ ലക്ഷ്യം അതുതന്നെയാണ്. ഈ സമുദായത്തിന്റെ ഉള്ളിൽ നിന്ന് ഈ സമൂഹത്തെ മാത്രമല്ല ഈ രാഷ്ട്രത്തിന്റെ ഐക്യത്തെ, ബഹുസ്വരതയെ തകർക്കാനുള്ള ശ്രമങ്ങളെ അതിനിശ്ചിതമായി അതിസൂക്ഷ്മമായി വിമർശിക്കാനും അതിനെ പ്രതിരോധിക്കാനും ഉള്ള ശ്രമത്തിന്റെ ഭാഗം കൂടിയാണ് ഈ സൗഹൃദകാല ക്യാമ്പയിൻ. ഇനിയും ഇതുപോലുള്ള ശ്രമങ്ങൾ, അത് ലവ് ജിഹാദിന്റെ പേരിലാണെങ്കിലും പശുവിയുടെയും പന്നിയുടെയും പേരിലാണെങ്കിലും ഇനിയും മറ്റ് പല പേരുകളിലാണെങ്കിലും ഉള്ള ശ്രമങ്ങളെ തിരിച്ചറിയാൻ കേരളീയ സമൂഹം പ്രബുദ്ധമാവേണ്ടതുണ്ട്, ഉദ്ബുദ്ധമാവേണ്ടതുണ്ട്. നമ്മൾ ഒരുമിച്ച് നിന്നുകൊണ്ടുണ്ടായ ഇന്നലകളിലെ ഗ്രാമാന്തരീക്ഷങ്ങളെ നമുക്ക് ഇനിയും പുനഃസ്ഥാപിക്കേണ്ടതുണ്ട്. അങ്ങനെ നിലനിന്നിരുന്ന ഇന്നലകളിലെ തെരുവുകളെ, ഗ്രാമതെരുവുകളെ, ഗ്രാമത്തിലെ ചായക്കടകളെ, ആ ചായക്കടകളിൽ ഉണ്ടായിരുന്ന നല്ല വർത്തമാനങ്ങളെ, ആ വർത്തമാനങ്ങളെ, സൗഹൃദ വർത്തമാനങ്ങളെ, അതിനെ പുനരാവിഷ്കരിക്കാനുള്ള ഒരു ശ്രമമാണ് സൗഹൃദ ചായയിലൂടെ 6300 ഗ്രാമപ്രദേശങ്ങളിൽ SSF സംഘടിപ്പിച്ച സൗഹൃദ ചായയിലൂടെ ശ്രമം നടത്തിയത്. അതിനെ തീർച്ചയായും അതിൻ്റെ ഒരു അനുരണനങ്ങൾ, അതിൻ്റെ ഒരു വളർച്ച നമ്മുടെ ഗ്രാമാന്തരീക്ഷങ്ങളിൽ ഉണ്ടായി വരും എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വീണ്ടും ഇതുപോലുള്ള മാനവ സംഗമങ്ങൾ, നമ്മൾ മനുഷ്യരാണ് എന്നതിൻ്റെ പേരിൽ നമുക്ക് ഒരുമിച്ചിരിക്കാം. ഇസ്ലാം മതവിശ്വാസിയായ നമ്മൾ ഓരോരുത്തരും ഇസ്ലാമാണ് ശരിയെന്ന് വിശ്വസിക്കുന്നു. അതൊരു പിഴവല്ല. ഇസ്ലാമാണ് ശരിയെന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇസ്ലാം മതവിശ്വാസികളായത്. മറ്റ് മതവിശ്വാസികൾ ഇവിടെ ഉണ്ട്. അവർക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ട്. അവർക്ക് അവരുടെ മതം വിശ്വസിച്ചാചരിച്ച് ജീവിക്കാനുള്ള അവകാശമുണ്ട്. അതിൽ കൈകടത്തുന്നതാണ് യഥാർത്ഥത്തിൽ ഫാഷിസം അല്ലെങ്കിൽ ഭീകരത അല്ലെങ്കിൽ അക്രമം എന്നൊക്കെ പറയുന്നത്. ഓരോരുത്തരും അവരവരുടെ മതം വിശ്വസിച്ച് ആചരിച്ച് ജീവിക്കുന്നതിന് ഒരു വിരോധവുമില്ല. മതസ്വാതന്ത്ര്യം അല്ലെങ്കിൽ മതസൗഹാർദ്ദം എന്ന് പറയുന്നത് മതത്തിന്റെ ആശയങ്ങളെ ലഘൂകരിച്ചുകൊണ്ട്, മതത്തിന്റെ വിശ്വാസങ്ങളെ മനസ്സിൽ നിന്ന് എടുത്തു കളഞ്ഞുകൊണ്ടുള്ള ഒരു സൗഹൃദമല്ല. അങ്ങനെ വരുന്ന ഒരു സൗഹൃദമാണ് ഏകമാനമായ ഒരു സമൂഹത്തിന്റെ സൃഷ്ടിപ്പ് എന്ന് പറയുന്നത്. അത് തീർത്തും ഇന്ത്യയുടെ വ്യത്യസ്തതകളിലെ ഏകീകരണത്തിന്, ഇന്ത്യയിലെ മതജാതി വിഭാഗങ്ങളുടെ ഈ വ്യത്യസ്തമായ ബഹുസ്വരതയിൽ അതിന് തീർത്തും ഭംഗം വരുത്തുന്നതാണ് ഒരു ഏക നിയമം കൊണ്ടുവരിക. എല്ലാവരും ഒരേ മതത്തിൽ വിശ്വസിക്കുക, ഒരേ ആചാരമാവുക, ഒരേ രീതിയിൽ സംസാരിക്കുക, ഒരേ ഭാഷ സംസാരിക്കുക എന്നത്. തീർച്ചയായും അതല്ല ഇന്ത്യയുടെ മനോഹാരിതയുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത്. ആസേതു ഹിമാചലം ജനസഞ്ചയത്തെ നമ്മളെടുത്ത് പരിശോധിച്ചാൽ അവർ സംസാരിക്കുന്ന ഭാഷ വ്യത്യസ്തമാണ്, അവർ ജീവിക്കുന്ന ജീവിത രീതി വ്യത്യസ്തമാണ്, അവരുടെ പ്രഭാതങ്ങളും പ്രദോഷങ്ങളും വ്യത്യസ്തമാണ്, അവരുടെ രുചിയും അഭിരുചിയും വ്യത്യസ്തമാണ്. ഈ രുചിയും അഭിരുചികളും ഭാഷയും വിശ്വാസവും വ്യത്യസ്തമായിരിക്കുമ്പോഴും രാജ്യം എന്ന രീതിയിൽ നിന്നുകൊണ്ട് ഒരുമിച്ച് നിൽക്കാൻ കഴിയുക എന്നതാണ് നമ്മുടെ രാജ്യത്ത് ഉണ്ടായിരിക്കേണ്ട, ഇന്നലകളിൽ ഉണ്ടായിരുന്ന, ഇനിയും ഉണ്ടായിരിക്കേണ്ട സൗഹൃദത്തിന്റെ കാതൽ എന്ന് ഓർമ്മപ്പെടുത്തി ഈ മാനവ സംഗമത്തിന്റെ, ഈ സൗഹൃദകാല ക്യാമ്പയിന്റെ സമാപന സെഷൻ, മാനവ സംഗമം, അതിന്റെ ഉദ്ഘാടന പരിപാടിയുടെ സ്വാഗത ആശംസയിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. ഈ വേദിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് കേരള വൈദ്യുത വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ സാറാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് വിനയപൂർവ്വം ആദരപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ വേദിയിൽ മുഖ്യപ്രഭാഷണം നടത്തുന്നത് ഈ പ്രസ്ഥാനത്തിൻ്റെ അനിഷേധ്യനായ നേതാവ് കൂടിയായ വന്യരായ ഖമറുൽ ഉലമ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരാണ്.
ഉസ്താദിനെ സർവാദരങ്ങളോടെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. വേദിയിൽ വ്യത്യസ്ത തരത്തിൽ അവരുടെ ആശയങ്ങളെ പ്രചരിപ്പിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് സമർത്ഥിച്ചുകൊണ്ട് സംസാരിക്കാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന വ്യത്യസ്ത മത രാഷ്ട്രീയ വിഭാഗങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇവിടെയുള്ള വിശിഷ്ടാതിഥികളായ കെ മുരളീധരൻ MLA, VS ശിവകുമാർ MLA, സ്വാമി ഗുരുരത്നം ജ്ഞാന തപസ്വി, ഫാദർ യുജിൻ പരേര തുടങ്ങി വിശിഷ്ട വ്യക്തിത്വങ്ങളെ ഞാൻ ഈ വേദിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ വേദിയിൽ സംസാരിക്കുന്ന ബഷീർ ഫൈസി വെണ്ണക്കോട് ഉസ്താദ്, PA മുഹമ്മദ് ഫാറൂഖ് നെയ്മി, വേദിയിലെ മറ്റ് സാന്നിധ്യങ്ങളായ A സൈഫുദ്ദീൻ ഹാജി, സിദ്ദീഖ് സഖാഫി നേമം, ഷറഫുദ്ദീൻ പോത്തങ്കോട്, ഹാഷിം ഹാജി ആലങ്കോട്, വേദിയിൽ പ്രാർത്ഥന നിർവഹിച്ചു തന്ന വിഴിഞ്ഞം അബ്ദുറഹ്മാൻ സഖാഫി തുടങ്ങി വേദിയിലിരിക്കുന്ന വിശിഷ്ടരായ അംഗങ്ങളെ മുഴുവനും വേദിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ സദസ്സ് സാഗൂതം നിരീക്ഷിക്കുന്ന ഈ സദസ്യരെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് വേദിയുടെ നിയന്ത്രണത്തിന് വേണ്ടി സംസ്ഥാന അധ്യക്ഷൻ NV അബ്ദുൾ റസാഖ് സഖാഫിയെ ക്ഷണിച്ചുകൊണ്ട് വാഹൃദാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.